അള്ളയാണ് മഴ തരുന്നത്, അള്ളയാണ് ജീവിപ്പിക്കുന്നത്, അള്ളയാണ് മരിപ്പിക്കുന്നത്, അള്ളയാണ് നിയന്ത്രിക്കുന്നത്, അള്ളയാണ് എല്ലാത്തിന്റെയും ഉടമ. അതൊക്കെ അവരും അംഗീകരിച്ചതാണ്, അവരും അതൊക്കെ പലതവണ പ്രഖ്യാപിച്ചതാണ്, പറഞ്ഞതാണ്. പക്ഷേ അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ആദർശം ശരിയാവുകയില്ല. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വാസം ശരിയാകണമെങ്കിൽ അള്ളയാണ് ഖാലിഖ്, അള്ളയാണ് റാസിഖ്, അള്ളയാണ് മുഹ്യി, അള്ളയാണ് മുമീത്ത്, അഥവാ അള്ളയാണ് സൃഷ്ടാവ്, അള്ളയാണ് അന്നം നൽകുന്നവൻ, അള്ളയാണ് ജീവിപ്പിക്കുന്നവൻ, അള്ളയാണ് മരിപ്പിക്കുന്നവൻ, അള്ളയാണ് നിയന്ത്രിക്കുന്നവൻ എന്ന് അംഗീകരിച്ചത് കൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകൂല. അതൊക്കെ അംഗീകരിച്ച ആളുകളോട് തന്നെ ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കാരികളായി കൊണ്ട് തിരിഞ്ഞു കളഞ്ഞിരുന്നു. ആര് അള്ളയാണ് ഖാലിഖ് റാസിഖ് എന്നൊക്കെ പറഞ്ഞ അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവരോട് പറയപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ശരിക്കും മനസ്സിലാക്കിയില്ല, അള്ളാനെ അവർ ശരിക്കും മനസ്സിലാക്കിയില്ല. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായി നമ്മൾ വിശ്വസിക്കേണ്ടത് പടച്ച റബ്ബാണ് ലോകത്തിന്റെ എല്ലാ നിയന്ത്രണവും നടത്തിക്കൊണ്ടിരിക്കുന്നത്, എല്ലാം അവനാണ് നിയന്ത്രിക്കുന്നത്. എന്നാൽ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അള്ളാഹിന്റെ മഹാന്മാരായ ആളുകളാണെന്ന് പറയപ്പെടുന്ന ചില ആളുകളുടെ പേരിൽ വെച്ചുകെട്ടുകയും അവരുടെ പേരിൽ അത് പറഞ്ഞു പ്രചരിപ്പിക്കുകയും ചെയ്താലോ അത് ശരിയാകുമോ? ശരിക്കും നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങൾ, ആലോചിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുക, അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ലാത്തത് നമ്മൾ ജനങ്ങളോട് പഠിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്തത് നമ്മൾ പറയുക, ആ നബി തങ്ങളിൽ നിന്ന് ആദ്യമായി ദീന് കേട്ടവരായ സ്വഹാബത്തിന് പരിചയമില്ലാത്തത് നമ്മൾ വിശ്വസിക്കുക, നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ പറയുക. ഇത് ശരിയാകുമോ? ഒന്ന് ആലോചിക്കും നിങ്ങൾ. സാധാരണ മുജാഹിദുകളെ കുറിച്ച് എല്ലാ സ്ഥലത്തും പറയാറുള്ള ഒരു ആരോപണം എന്താ? ഇവർക്ക് നബി തങ്ങളോട് സ്നേഹമില്ല, സ്വഹാബത്തിനോട് ബഹുമാനമില്ല, ഇവർ നബി തങ്ങളെ കൈവടിഞ്ഞവരാണ്, സ്വഹാബത്തിനെ കൈവടിഞ്ഞവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും പറഞ്ഞതിനോട് ഇവർക്ക് യോജിപ്പില്ല. ശരി സഹോദരന്മാരെ, അങ്ങനെയാണോ കാര്യം? എങ്കിൽ നിങ്ങൾ എന്റെ പ്രസംഗം തീരുവോളം ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്തോ, പഠിച്ചോ, ചിന്തിച്ചോ, ജനങ്ങൾക്ക് നാളെ വിശദീകരിച്ചു കൊടുത്തോളൂ, ജനങ്ങളോടൊന്ന് മറുപടി പറഞ്ഞു കൊടുത്തോളൂ. എന്താണ് എനിക്കൊന്നാമതായി പറയാനുള്ളത്? പടച്ച റബ്ബിനെ പോലെയെല്ലാം കേൾക്കുന്നവരുണ്ടെന്ന വിശ്വാസം, അള്ളാനെ പോലെയെല്ലാം കാണുന്നവരുണ്ടെന്ന വിശ്വാസം, അള്ളാനെ പോലെയെല്ലാം അറിയുന്നവരുണ്ടെന്ന വിശ്വാസം, അള്ളാഹുവിനെ പോലെ കഴിവുള്ളവരുണ്ട്, അവർക്ക് അല്ലാഹ് അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസം, ഇത് പടച്ച റബ്ബിന്റെ റസൂല് പഠിപ്പിച്ചതാണോ? നബി തങ്ങളുടെ സ്വഹാബത്ത് വിശ്വസിച്ചതാണോ? സ്വഹാബത്ത് അംഗീകരിച്ചതാണോ? മനസ്സിലായില്ല? വിശദീകരിച്ചു തരാം. ഇവിടെ ഭൂരിപക്ഷം വരുന്നു എന്ന് പറയുന്ന സമസ്തക്കാർ, അവരിലെ ഇരു വിഭാഗവും ജനങ്ങളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഈ ലോകത്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കാൻ പടച്ച റബ്ബദാ ചില ആളുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഔലിയാക്കന്മാരെ ഈ ലോകത്തിന്റെ കൺട്രോൾ റബ്ബുൽ ആലമീൻ ഏൽപ്പിച്ചിരിക്കുന്ന പോലും അവർക്ക് ചില പേരുകൾ ഇടുന്നു. ആ പേര് നബി തങ്ങൾക്ക് പരിചയമുള്ള പേരല്ല, സ്വഹാബത്തിന് പരിചയമുള്ള പേരല്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ടില്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ടില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ടില്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ടില്ല, സഅദ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല, സഈദ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല. വേണ്ട,
വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അതേ പടച്ച റബ്ബ് സർട്ടിഫിക്കറ്റ് കൊടുത്ത അല്ലാഹുവിന്റെ എല്ലാ തൃപ്തിയും ലഭിച്ചിട്ടുള്ള മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവർക്കൊന്നും പരിചയമില്ലാത്തവർ ദീനിതാ സമസ്തയുടെ ഇരു വിഭാഗവും ഇവിടെ പഠിപ്പിക്കുന്നു. ഞാൻ അവരെ അതേ കൃത്യമായി ഞങ്ങളൊന്ന് ശരിക്കും അവരോട് പറയുകയാണ്, ശരിക്കും അവരോട് അഭ്യർത്ഥന നടത്തുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതേ നാളെയാണെങ്കിൽ നാളെ നിങ്ങളൊന്ന് വിശദീകരിക്കൂ. നബി തങ്ങൾ എവിടെയാണിത് പഠിപ്പിച്ചത്? സ്വഹാബത്ത് എവിടെയാണിത് പഠിപ്പിച്ചത്? അതെ, നിങ്ങൾ പറയുന്നു ഈ ലോകത്തിന്റെ കൺട്രോൾ അല്ലാഹ് ഏൽപ്പിച്ചിരിക്കുന്നത് ഖുതുബീങ്ങളെയാണ്. ആരാ സഹോദരാ ഈ ഖുതുബ്? ഖുതുബാരാ? ഖുതുബ് എന്ന് ഖുർആനിലുണ്ടോ? അതേ ഹദീസിലുണ്ടോ? അല്ലാഹ് ഇങ്ങനെ ലോകത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്ത ഔലിയാക്കന്മാര് ഖുതുബുകൾ ഓരോ കാലത്തും അവർ ഓരോരുത്തരുണ്ടാകും. അവർക്കാണത്രേ ഖുതുബുസ്സമാൻ എന്ന് പറയുക. മമ്പർത്ത തങ്ങളെ പറ്റി പറയുമ്പോ എന്താ പറയല്? ഖുതുബുസ്സമാൻ, ഖുതുബുസ്സമാൻ മമ്പറും തങ്ങൾ എന്നാ പറയാ. എന്താ ഈ ഖുതുബ് ചെയ്യുന്ന കാര്യം? കേട്ടോളൂ. ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ നിന്ന് ഞാൻ വായിക്കാം. ഖുതുബ് എന്നൊരു ആധ്യാത്മിക പദവി ഉണ്ട് ഇസ്ലാമിൽ. കണ്ടോ, ഖുതുബ് എന്നൊരു ആധ്യാത്മിക പദവി ഇസ്ലാമിലുണ്ട്. നുണയാണത്, നുണയാണത്. വളരെ ലളിതമായി പറയാം, അസത്യാണ് ആ പറഞ്ഞത്. ഇസ്ലാമിൽ അങ്ങനെ ഖുതുബ് എന്നുള്ളൊരു ആധ്യാത്മിക പദവി ഇല്ല. ഇനി കേട്ടോ, അർത്ഥം അച്ചുതണ്ട്, അച്ചുതണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി കേട്ടോ, അള്ളാഹു അനുവദിച്ച മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിച്ചു പോരുക പ്രസ്തുത വ്യക്തിയായിരിക്കും. ഖുതുബീങ്ങളാണ് ലോകത്ത് അള്ളാഹിന്റെ പെർമിഷനോടുകൂടെ എല്ലാം നടത്തുന്നത്. ഇനി എന്തൊക്കെയാ അവർ നടത്തുക? പ്രപഞ്ചത്തെ സമതുലിതമായി നിലനിർത്തുക. പ്രപഞ്ചത്തെ സമതുലിതമായി നിലനിർത്തുന്നത് ഇവരാ. എന്താ ഇവിടെ സന്തുലിതത്വം നഷ്ടപ്പെടാ? എങ്ങനെയാ? പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, താരങ്ങൾ, ഇവയുടെയൊക്കെ സഞ്ചാരഗതി, ഇതൊന്നും യാതൊരു കൂട്ടിമുട്ടലുകളും പ്രശ്നങ്ങളും ഇല്ലാതെ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരാണ്. അമ്പർത്തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അമ്പർത്തങ്ങൾ ആ സൂര്യനെയും ചന്ദ്രനെയും താരങ്ങളെയും എല്ലാം നിയന്ത്രിച്ചത്, ആകാശഭൂമികളെ മുഴുവൻ നിയന്ത്രിച്ചത്, ബ്രഹ്മാണ്ഡ കടാഹങ്ങളെ മുഴുവനും നിയന്ത്രിച്ചത്. അതെ, രണ്ടാമത് അവർ ചെയ്യുന്നത് എന്താ? ഭൂമിയിൽ മഴ വർഷിപ്പിക്കുക. മഴ പെയ്യിപ്പിക്കുന്നത് അവരാണ്, മഴ പെയ്യിപ്പിക്കുന്നത് അവരാണ്. സസ്യലതാദികൾ മുളപ്പിക്കുക, സസ്യലതാദികൾ മുളപ്പിക്കുക. ഭൂനിവാസികൾക്ക് അന്നം നൽകുക, ഭൂനിവാസികൾക്ക് അന്നം നൽകുക തുടങ്ങിയ അതിഭൗതിക കാര്യങ്ങൾ പോലും അത്തരം ഖുതുബകളുടെ ശ്രദ്ധയും ദൈവാനുമതി പ്രകാരമുള്ള സ്വാധീനവും ഉണ്ടായിരിക്കും. കണ്ടോ, ഇവരായെല്ലാം നിയന്ത്രിക്കുന്നത്. അള്ളാഹ് പെർമിഷൻ കൊടുത്തിരിക്കുക, ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവരാണ് ലോകത്തിന്റെ കൺട്രോൾ. ഇനി ഇവരിതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? അതും കൂടെ ഒന്ന് വിശദീകരിച്ചു തരാം. ഒന്നും എന്റെ വകല്ല. നാളെയാണോ മറുപടി? നാളെ തന്നെ നിങ്ങൾ പറഞ്ഞോ, നാളെ തന്നെ പറഞ്ഞോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഈ ആശയം തെളിയിക്കണം, സ്വഹാബത്തിൽ നിന്ന് ഈ ആശയം തെളിയിക്കണം. കാരണം ഇവര് നാഴികക്ക് 40 വട്ടം ഓതും. ഞങ്ങൾ ഓതുന്നതാ അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്റെ ശേഷം എമ്പാടും നിങ്ങൾ കാണും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുമ്പോൾ നിങ്ങൾ മുറുകെ പിടിക്കണേ, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണേ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കണേ. നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണേ. അതെ, ആ സ്വഹീഹായ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ സാധുവായ ഞാനും എന്റെ സഹോദരങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഉള്ളവനും കൊണ്ടുവരുന്നു. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയമാണെങ്കിൽ നിങ്ങളത് പറയണം. മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് മറപിടിയാകരുത്. നോട്ട് ചെയ്തോളൂ. ജനങ്ങൾക്ക് മറക്കാതിരിക്കാനാ ഓർമ്മപ്പെടുത്തുന്നത്. വളരെ കൃത്യമായി ജനങ്ങളൊന്ന് വിഷയം പഠിക്കട്ടെ. ആരാണ് നബി തങ്ങളുടെ, ആരാണ് സ്വഹാബത്തിന്റെ വിശ്വാസത്തിന്റെ
ആളുകൾ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സ്വഹാബത്തിന്റെയും വിശ്വാസത്തിന്റെ ആളുകൾ. അതേ മുജാഹിദുകളെ നിങ്ങൾ അതിൽ നിന്ന് പുറത്താക്കുന്നു, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുന്നു, ഞങ്ങൾ അതിന്റെ ആളുകളല്ല എന്ന് പറയുന്നു, ഞങ്ങളെ കാഫിറുകളെക്കാൾ അതേ വളരെ മോശപ്പെട്ടവരാണെന്ന് പറയുന്നു. അതേ എല്ലാ നിലക്കും ജനങ്ങളോട് തെറ്റിദ്ധരിപ്പിക്കുന്നു. മിണ്ടിപ്പോകരുത്, സലാം പറയരുത്, കെട്ടിച്ചു കൊടുക്കരുത്, അവരുടെ വീട്ടിൽ നിന്ന് കെട്ടരുത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ശക്തിയുക്തം സ്റ്റേജുകളിൽ വെച്ച് പറയുന്നു. ഒക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ജനങ്ങളോട് പറയണം. ഞങ്ങൾ ഈ പ്രചരിപ്പിച്ചതൊക്കെ ഖുർആനിലുള്ളതാണ്, ഹദീസിലുള്ളതാണ്, സ്വഹാബത്ത് അംഗീകരിച്ചതാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന കിതാബോധി പഠിക്കുന്ന മുസ്ലിയാരുട്ടികൾ ഉണ്ടെങ്കിലും മുസ്ലിയാന്മാരുണ്ടെങ്കിലും ഈ ലോകത്ത്, ഈ കേരളത്തിൽ, ഇവിടെ ആദരിക്കപ്പെടുന്ന ഇവിടുത്തെ മുദരിസുമാരോ ഖാദിമാരോ ആരോ ഉണ്ടാകട്ടെ, ഞാൻ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല സംസാരിക്കുന്നത്. എല്ലാവരോടും വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ ചിന്തിക്കിൻ, നിങ്ങൾ കേൾക്കിൻ. എന്താ മുജാഹിദുകൾക്ക് പറയാനുള്ളത്? എന്ത് കുഴപ്പമാണ് ഞങ്ങൾ ഇവിടെ ചെയ്തത്? എന്ത് അപരാധമാണ് സമൂഹത്തിന്റെ മുമ്പിൽ മുജാഹിദുകൾ ചെയ്തത്? ഇങ്ങനെയൊക്കെ ഞങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ എന്ത് അപരാധമാണ് ഞങ്ങൾ ചെയ്തത്? നിങ്ങൾ പറഞ്ഞോളൂ, കൃത്യമായി നിങ്ങൾ പറഞ്ഞോളൂ. അതെ, ആദ്യമായി എനിക്ക് എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ലോകത്തിന്റെ കൺട്രോൾ ഖുതുബിനെ ഏൽപ്പിച്ചു എന്ന് ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്ത് പറഞ്ഞു. എങ്കിൽ ആ ഹദീസ് എവിടെ? ആ ഹദീസിന്റെ കിതാബ് ഏതാണ്? ആ കിതാബിൽ ഏതാണ് അധ്യായം? ഏതാണ് ആ ഹദീസിന്റെ നമ്പർ? നിങ്ങൾ പറയൂ, ജനങ്ങൾ കേൾക്കട്ടെ. ഒരു പ്രശ്നമല്ലല്ലോ. ഇങ്ങനെ ഈ കുത്തുബീങ്ങൾ ആ ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഇങ്ങനെ ഇവരുടെ നിയന്ത്രണത്തിന്റെ രൂപം കേട്ടോളൂ. ഇനി അടുത്തത് അതാ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒക്കെ ഞാൻ ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നാണ് വായിച്ചത്. ഇനി കേട്ടോ. സർവശക്തനായ സൃഷ്ടാവ് അവന്റെ പ്രപഞ്ചത്തിൽ ഭരണം നടത്തുവാനുള്ള അധികാരം മേൽ സൂചിപ്പിച്ച വിഭാഗങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അഥവാ അല്ലാഹു അവന്റെ ഭൂമിയിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്ത്യപ്രവാചകന് വഹീ നൽകുന്നു. അവിടുന്ന് അക്കാര്യത്തെക്കുറിച്ച് ഖിളിർ നബി അലൈഹിസ്സലാമിന് അറിവ് നൽകുന്നു. അദ്ദേഹം ഖുതുബിന് അറിവ് നൽകുന്നു. ഖുതുബിൽ നിന്ന് റിജാലുൽ ഗൈബിന് നിർദ്ദേശം കിട്ടുന്നു. റിജാലുൽ ഗൈബ് ഭൂമിയിൽ മുഴുവൻ ചുറ്റിത്തിരിയുന്നു. അവർ ലോകത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവയെക്കുറിച്ച് ഖുതുബിന് റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു. മക്ക, മദീന, സംസം കിണറിന്റെ പരിസരം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ ഒരുമിച്ചുകൂടുന്ന റിജാലുൽ ഗൈബ് അത്തരം പ്രശ്നങ്ങളിലെല്ലാം അനുയോജ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. വിശദീകരിച്ചു തരാം. എന്റെ സഹോദരങ്ങളൊന്ന് ശരിക്ക് ശ്രദ്ധിക്കും. ഇവിടെ എന്താ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തിന്റെ കൺട്രോൾ അല്ലാഹു ഏൽപ്പിച്ച മഹാന്മാരായ കുറെ ആളുകളെ ഇവർ വിശദീകരിച്ചു. അത് ഖുതുബുണ്ട്, ഗൗസുണ്ട്, അബ്ദാലുണ്ട്, ഔതാദുണ്ട്, നുഖബാ, നുജബാ. ഇതൊക്കെ ഇവരുടെ ഈ ക്യാബിനറ്റിലെ പ്രത്യേക സ്ഥാനങ്ങളാ. ലോകം കൺട്രോൾ ചെയ്യുന്ന ഔലിയാക്കന്മാരാ. അങ്ങനെ അല്ലാഹു എന്ത് ചെയ്യും? അല്ലാഹു എന്താ ചെയ്യാ? കേട്ടോളൂ. സർവശക്തനായ സൃഷ്ടാവ് അവന്റെ പ്രപഞ്ചത്തിൽ ഭരണം നടത്തുവാനുള്ള അധികാരം ഇവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പടച്ചോന് പണിയൊന്നുമില്ല, അള്ളൊക്കെ വരെ ഏൽപ്പിച്ചിരിക്കുക. എല്ലാം വരാ നടത്തേണ്ടത് ആര്? അമ്പർത്ത തങ്ങള്, മുഹീദ്ദീൻ ശൈഖ്, അഹമ്മദുൽ കബീർ റിഫായി ശൈഖ്, ബദവി ശൈഖ്, അതുപോലെ തന്നെ ഓരോ ശൈഖുമാര്, ഇങ്ങനെ ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യാ? അല്ല എങ്ങനെ ഇവിടെ ഓരോ കാര്യങ്ങൾ നടത്തുന്നത് എന്ന് കേട്ടോളൂ. എന്നിട്ട് നിങ്ങൾ പറയണം, നാളെ ആയാലും വേണ്ടില്ല, കുറെ കഴിഞ്ഞിട്ടായാലും വേണ്ടില്ല. എന്താ പറയേണ്ടത്? ഇതിനൊക്കെ തെളിവോദനം. ഇതിനൊക്കെ അള്ളാന്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മൗലവിമാരെ നിങ്ങൾ പറഞ്ഞോളി, നമുക്കെന്താ വല്ല വിഷയമുണ്ടോ? ആയത്തോതിക്കോളൂ, ഹദീസുകൾ പറഞ്ഞോളൂ. അള്ളാന്റെ റസൂൽ ഇതിനൊക്കെ ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി എന്താ അള്ളാഹ് ചെയ്യാ? ശരിക്ക് കേട്ടോ. അള്ളാഹു അവന്റെ ഭൂമിയിൽ നടപ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആദ്യ അന്ത്യപ്രവാചകന് വഹി കൊടുക്കും. ആദ്യം അള്ളാഹ് എന്ത് ചെയ്യും? ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം റസൂലുള്ളാഹിക്ക് വഹി കൊടുക്കും. എപ്പോഴത്തെയും കാര്യം അള്ളാന്റെ റസൂൽ ഉള്ള സമയത്തെ കാര്യമൊന്നുമല്ല പറയുന്നത്. നബിക്ക് വഹി കൊടുക്കും. എന്നിട്ടോ അവിടുന്ന് അക്കാര്യത്തെക്കുറിച്ച് ഖിളിർ അലൈഹിസ്സലാമിന് റിപ്പോർട്ട് കൊടുക്കും. അപ്പൊ നബിക്കൊരു വിവരം കിട്ടിയാൽ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യും? ഖിളിർ നബിയെ, ഇന്ന കാര്യങ്ങളൊക്കെ അള്ളാഹ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഞാനത് നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നു. അങ്ങനെ ഖിളിർ നബി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാ അവര് പറയുന്നത്.
ഖിളിർ നബി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ചില നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു വിശ്വാസമുണ്ട്, ഷൈക്കാൻഡ് കൊടുക്കുമ്പോ ഒന്ന് അമർത്തി പിടിച്ചു നോക്കും, എല്ലില്ലെങ്കിൽ ഖിളിർ നബിയാണ് എന്നൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പോട്ടെ, അതൊക്കെ കുറെ കാലത്ത് ആളുകളൊക്കെ പലരും വിശ്വസിച്ചിരുന്നു. ഖിളിർ നബി പലോര വീട്ടിലും വന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ട്, ഖിളിർ നബി പലോര വീട്ടിൽ വന്നും ചോറ് തിന്നിട്ടുണ്ട്, ഖിളിർ നബിയെ പലരും കണ്ടിട്ടുണ്ട് എന്നൊക്കെ നാട്ടുനടപ്പ് സംസാരമുണ്ട്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല, കേട്ടോ. അപ്പൊ ഖിളിർ നബിക്ക് അള്ളാന്റെ റസൂൽ അറിവ് കൊടുക്കും. ഖിളിർ നബി അതെന്ത് ചെയ്യും? കുത്തുബിന് റിപ്പോർട്ട് കൊടുക്കും. കുത്തുബ്. അപ്പൊ ഖിളിർ നബി നേരെ മമ്പർത്ത് തങ്ങൾക്ക്, അല്ലെങ്കിൽ ആരാണോ ഒരു സമാനിലെ കുത്തുബെങ്കിൽ അയാൾക്ക് റിപ്പോർട്ട് കൊടുക്കും. കുത്തുബിൽ നിന്ന് റിപ്പോർട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. അതാരാ? അത് റിജാലുൽ ഗൈബ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ആൾക്കാരുണ്ട്. അവരെ കാണൂല, അദൃശ്യ പുരുഷന്മാരാ, അവരെ കാണാൻ പറ്റൂല. അത് ഈ കുത്തുബിനറിയാം ആരൊക്കെ എവിടെയൊക്കെ ഉള്ളത്, അവർക്ക് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെ റിപ്പോർട്ട് കൊടുത്താൽ റിജാലുൽ ഗൈബ് എന്ത് ചെയ്യും? ഭൂമിയിൽ മുഴുവൻ ചുറ്റിത്തിരിയും. റിജാലുൽ ഗൈബ് ഭൂമിയിൽ മുഴുവൻ എങ്ങനെ എന്ത് ചെയ്യും? ഇപ്പോഴും ഇങ്ങനെ സഞ്ചരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവര് ലോകത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് അവയെ കുറിച്ച് കുത്തുബിന് റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പൊ റിജാലുൽ ഗൈബ് എന്ത് ചെയ്യും? ലോകം മുഴുവന് എവിടൊക്കെ ആരൊക്കെ എന്തൊക്കെ പ്രശ്നം, അതൊക്കെ പഠിച്ച് റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? കുത്തുബിന് കൊടുക്കും. അങ്ങനെ അവർ മീറ്റിംഗ് കൂടി ചർച്ച ചെയ്യും. എവിടൊക്കെയാ മീറ്റിംഗ് കൂടുക? എവിടൊക്കെ അവരുടെ കോൺഫറൻസ് നടക്കുക? മക്ക, മദീന, സംസം കിണറിന്റെ പരിസരം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന റിജാലുൽ ഗൈബ് അത്തരം പ്രശ്നങ്ങളിലെല്ലാം അനുയോജ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. കണ്ടോ? അങ്ങനെ ഇവര് എല്ലാ തീരുമാനങ്ങളും ഇവരാണ് എടുക്കുന്നത്. ഇവരാണ് ലോകത്തിന്റെ പ്രശ്നങ്ങള് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ഇപ്പൊ സഹോദരാ, മനസ്സിലായില്ലേ? എല്ലാം അല്ല ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആരോടാ തേടേണ്ടത്? അള്ളാനോടാണോ തേടേണ്ടത്? അതോ ഇവരോടാണോ തേടേണ്ടത്? ശരിക്കിതാ ഇവര് പിന്നീട് എഴുതുന്നത് കേട്ടോ, ശരിക്ക് കേട്ടോ നിങ്ങൾ. കുത്തുബിന്റെ നേതൃത്വത്തിൽ റിജാലുൽ ഗൈബ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എല്ലാ ദിവസവും സമ്മേളിക്കുന്നു. എല്ലാ ദിവസവും ഇവരുടെ കോൺഫറൻസ് ഉണ്ട്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകരുത്. ശരിക്കും മനസ്സിലാക്കിക്കോ. ഈ സമുദായത്തിന്റെ മുമ്പിൽ സുന്നത്ത് ജമാഅത്തുകാരാണെന്ന് പറയുന്നവർ പ്രചരിപ്പിക്കുന്ന വിശ്വാസമാ പറയുന്നത്. ഈ റിജാലുൽ ഗൈബ് എല്ലാ ദിവസവും കോൺഫറൻസ് ഉണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ കോൺഫറൻസ്. മാസം 1 റിജാലുൽ ഗൈബ് ഭൂമിയുടെ ഇന്ന ദിക്കിലായിരിക്കും, 2 ഇന്ന ദിക്കിലായിരിക്കും എന്നിങ്ങനെ വിവരിച്ചിട്ടുണ്ട്. ആ വിവരണം ശരിക്കും മനസ്സിലാക്കാൻ ഇവര് ഒരു പ്രത്യേകമായ പട്ടികയും കൊടുത്തിട്ടുണ്ട്. 1-ാം തീയതി എവിടെ കോൺഫറൻസ്? കിഴക്ക് ഭാഗത്ത്, തെക്ക് ഭാഗത്താണോ, പടിഞ്ഞാറ് ഭാഗത്താണോ, തെക്ക് കിഴക്ക് ഭാഗത്താണോ, വടക്ക് പടിഞ്ഞാറ് മൂലയിലാണോ, വടക്ക് കിഴക്ക് മൂലയിലാണോ, തെക്ക് പടിഞ്ഞാറ് മൂലയിലാണോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിനാ ഇതൊക്കെ കൊടുത്തത്? കേട്ടോ, ശരിക്ക് കേട്ടോ. അപ്പോൾ ദുന്യാവുമായോ ആഖിറമായോ ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിലും അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സഹായം ആഗ്രഹിക്കുന്ന വ്യക്തി താൻ ഉദ്ദേശിക്കുന്ന ദിവസം ഭൂമിയുടെ ഏത് ഭാഗത്താണ് അന്ന് റിജാലുൽ ഗൈബ് സമ്മേളിക്കുന്നത് എന്ന് വൃത്തം നോക്കി മനസ്സിലാക്കണം. അപ്പൊ ഈ പട്ടിക അങ്ങനെ ഒപ്പം കൊണ്ടുനടക്കണം. ഇന്നിപ്പോ എവിടെ കോൺഫറൻസ്? ഇന്നിപ്പോ എവിടെ ഔലിയാക്കന്മാരെ മീറ്റിംഗ് കൂടുന്നത്? കാരണം എന്റെ അപേക്ഷ കൊടുക്കണല്ലോ. അപ്പൊ എവിടെയാ കോൺഫറൻസ്? ഇതിൽ നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കണം. പഠിച്ചിട്ട് എന്ത് ചെയ്യണം? ശരീരവും വസ്ത്രവും വൃത്തിയുള്ളവനായി ഉളുവോടുകൂടെ ആദരവോടും ബഹുമാനത്തോടും കൂടി സമ്മേളന ദിക്കിലേക്ക് തിരിഞ്ഞ് നിശ്ചിത സലാമിന്റെ പദങ്ങൾ കൊണ്ട് അവർക്ക് സലാം പറയുകയും താൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ അവരുടെ സഹായം ചോദിക്കുകയും ചെയ്താൽ അവന് സഹായം ലഭിക്കുക തന്നെ ചെയ്യും, സംശയം വേണ്ട. അങ്ങനെ വരെ വിളിക്കണം. ഓ റിജാലുൽ ഗൈബ്, അദൃശ്യരായ ആളുകളെ, എനിക്ക് രോഗമുണ്ട്, ശിഫയാക്കണേ. കുട്ടികളില്ല, കുട്ടിനെ തരണേ.
പാപം പൊറുക്കണേ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഏത് കാര്യവും നിങ്ങൾക്ക് തേടണമെങ്കിലും എവിടെയാണ് ഈ ഖുത്ബീങ്ങളുടെ നേതാക്കള് ഇന്ന് കോൺഫറൻസ് കൂടിയത് എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയണം, അസ്സലാമു അലൈക്കും യാ റിജാലൽ ഗൈബ്, അസ്സലാമു അലൈക്കും യാ അയ്യുഹൽ അർവാഹുൽ മുഖദ്ദസ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് അഗീസൂനി വൻദുറൂനി വർഹമൂനി വഹസ്സിലൂ മുറാദി വമഖ്സൂദി വഖൂമൂ അലാ ഖദാഇ ഹവായിജി. എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണേ, എന്റെ മുറാദ് ഹാസിലാക്കി തരണേ, എന്നോട് കരുണ ചെയ്യണേ, എന്നിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ, എന്നെ സഹായിക്കണേ എന്നിങ്ങനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് തേടണം. എന്നിട്ട് അവസാനം പറയുകയാണ്, മുകളിൽ വിവരിച്ച കാര്യങ്ങളിൽ വിശ്വസിക്കലും അതിനെ തള്ളിക്കളയാതിരിക്കലും വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ് പോലും ഇതൊക്കെ വിശ്വസിക്കൽ. ഇതിനെ തള്ളിക്കളയാൻ പാടില്ല പോലും, ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ് പോലും. അഥവാ ആരെങ്കിലും വിശ്വസിക്കാതിരുന്നാലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുകയാണെങ്കിൽ അവൻ ദുർമരണം മരിക്കുകയും പരലോകത്ത് വമ്പിച്ച നഷ്ടവുമാകുന്നു. കേട്ടോ മുസ്ലിമേ, ഈ പൊട്ടത്തരം വിശ്വസിക്കാത്തവൻ ദുർമരണം മരിക്കുമെന്നാ പറയുന്നത്. അഥവാ ഈമാനോട് മരിക്കാൻ കഴിയില്ല, കാഫിറായി മരിച്ചു പോകും, പരലോകത്ത് നഷ്ടക്കാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് പച്ച മലയാളത്തിൽ എഴുതിവിട്ട ഓ സമുദായത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന അതേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഞങ്ങൾ മാത്രമാണ് മുജാഹിദേ, നീ അതില്ലെന്ന് പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അട്ടിയകറ്റാൻ പ്രസംഗിക്കുന്ന എഴുതുന്ന ഓ അലിമീങ്ങളെ, ഓ മുദർരിസുമാരെ, ഓ പണ്ഡിതന്മാരെ, വിനയത്തോടെ ചോദിക്കട്ടെ, ഈ പറഞ്ഞ വിശ്വാസത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏത് വാക്കാ പിന്തുണയുള്ളത്? ആ ഹദീസ് ഒന്ന് പറയൂ, കിതാബിന്റെ പേരൊന്ന് പറയൂ, ബാബൊന്ന് പറയൂ, നമ്പർ ഒന്ന് പറയൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ വിശ്വാസക്കാരനാണോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതേ അലി റളിയല്ലാഹു തആല അൻഹു, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ നിങ്ങൾ എന്നെ മുറുകെ പിടിച്ചോ, സ്വഹാബത്തിനെ മുറുകെ പിടിച്ചോ എന്ന ആശയം വരുന്ന ഹദീസ് പറഞ്ഞ നേതാവിന്റെ അനുയായികൾ അതേ ഞങ്ങളാണ് അതിന്റെ കക്ഷികളെന്ന് പറയുന്ന ഓ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങളൊന്ന് വിശദീകരിക്കൂ. ഇതിനേത് ആയത്താണ് തെളിവുള്ളത്? ഏത് ഹദീസാണ് പിന്തുണയുള്ളത്? ഏത് സ്വഹാബത്തിന്റെ പിന്തുണയാണുള്ളത്? ശരിക്കും മനസ്സിലാക്കണം. പടച്ച റബ്ബിനോട് നിരന്തരം തേടാൻ പഠിപ്പിച്ച മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ അവിടുന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞോ, മുസ്ലിമേ നിനക്കതാ രാവിലെ എഴുന്നേറ്റാൽ രാത്രി ഉറങ്ങാൻ കിടക്കുവോളം ദിക്റില്ലേ, ദുആയില്ലേ? നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ത് പറഞ്ഞിട്ടാ എഴുന്നേൽക്കേണ്ടത്? അല്ലാഹ് എന്താ അവൻ പ്രത്യേകമായി പ്രഖ്യാപിക്കേണ്ടത്? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശൂർ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിക്കണം, സ്വന്തത്തോട് ചോദിക്കണം. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ ദിക്ർ എന്റെ നേതാവ് എനിക്ക് പഠിപ്പിച്ചിരുന്ന ഈ ദിക്ർ, മുത്തുനബി എനിക്ക് പഠിപ്പിച്ചിരുന്ന ഈ ദിക്ർ, ഈ ദുആ ചൊല്ലിക്കൊണ്ടാണോ ഇന്നത്തെ രാവിലെ ഞാൻ എഴുന്നേറ്റതെന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണേ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേ ഒരു ചെറിയ ഒരു മരണമാണ് ഉറക്കെന്ന് പറയുന്നത്. ആ ഉറക്കത്തിൽ നിന്ന് വീണ്ടും അതാ ഹയാത്ത് നൽകിക്കൊണ്ട് ഉണരാൻ ഭാഗ്യം തന്ന അല്ലാഹുവേ, സർവശക്തനായ റബ്ബിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ രാവിലെ എഴുന്നേൽക്കേണ്ടത്. അവിടം മുതൽക്ക് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ദിക്റും ദുആയും തുടങ്ങുകയായി. മുജാഹിദുകളെ പറ്റിയുള്ള വലിയ ആരോപണം എന്താ? മുജാഹിദുകൾ ദിക്റില്ല, അവർക്ക് ദുആയില്ല, അവര് ദിക്ർ ചൊല്ലൂല, അവർക്ക് ദുആ ഇറക്കുന്ന പരിപാടിയില്ല.
ചിന്തിച്ചോ മുസ്ലിമേ, നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ദിക്റും മുജാഹിദുകൾ ഒഴിവാക്കിയിട്ടില്ല. അതേ, രാവിലെ എഴുന്നേറ്റാ ദിക്ർ ചൊല്ലണം, അതേ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലണം, പുറത്തിറങ്ങുമ്പോൾ ചൊല്ലണം, ചായ കുടിക്കുമ്പോൾ ചൊല്ലണം, കഴിഞ്ഞാൽ ചൊല്ലണം, പള്ളിയിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കണം, ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്ർ ചൊല്ലണം, വാഹനത്തിൽ കയറുമ്പോൾ ദിക്ർ ചൊല്ലണം. അതേ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ദിക്റുകൾ, ദുആകൾ. അതേ, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്തും അതാ മുസ്ലിമേ ശുദ്ധിയായി കിടക്കാൻ പറഞ്ഞില്ലേ നമ്മുടെ നേതാവ്? ഉളുവെടുത്തിട്ടല്ലാതെ മുസ്ലിം ഉറങ്ങിക്കൂടാ. ഉളുവെടുത്ത് സമ്പൂർണമായി ഉളുവെടുത്തിട്ട് അതേ കിടക്കേണ്ട രൂപം പോലും നേതാവ് പഠിപ്പിച്ചു തന്നു. വലത് വശത്തേക്ക് ചെരിഞ്ഞ് വലത്തെ കവിൾത്തടത്തിൽ നിന്റെ വലത്തെ കൈവച്ചുകൊണ്ട് അതേ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നന്നായി കൊണ്ടുവന്ന് അത് നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് അവസാനം അതാ അതേ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം, ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്യണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് പാരായണം ചെയ്യണം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് പാരായണം ചെയ്യണം. രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചോതിയിട്ട് അതേ ആ രണ്ട് കൈകളിലും ഊതിയിട്ട് ആ കൈ കൊണ്ട് തലയിലും ശരീരത്തിന്റെ കൈയെത്താവുന്ന ഭാഗങ്ങളിലൊക്കെ തടവിക്കിടന്നോ. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ, ഞങ്ങൾ ഊത്തില്ലാത്തവരെന്നല്ലേ നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഓത്തില്ലാത്തവരെന്നല്ലേ പറയുന്നത്, ഞങ്ങൾക്ക് ഓത്തുമുണ്ട്, ഞങ്ങൾക്ക് ഊത്തുമുണ്ട്. പക്ഷേ അത് നേതാവ് പഠിപ്പിച്ചിടത്തെ ഞങ്ങൾ ചെയ്യോ. അവിടുന്ന് കൈകളിൽ ഊതാൻ പറഞ്ഞു, ശരീരത്തിൽ തടവാൻ പറഞ്ഞു. ഊതാൻ പറഞ്ഞിടത്ത് ഞങ്ങൾ ഊതും, ഊതി മാതൃക കാണിച്ചിട്ടില്ലാത്തിടത്ത് ഊതാൻ പോകൂല. അതാണ് നബി തങ്ങളുടെ ആ മാർഗദർശനത്തെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. ആലോചിക്കണം. അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനം എന്താ പറയുന്നത്? സുബ്ഹാനല്ലാഹ് 33 വട്ടം പറയുന്നു, അൽഹംദുലില്ലാഹ് 33 വട്ടം ചൊല്ലുന്നു, അല്ലാഹു അക്ബർ 34 തവണ ചൊല്ലുന്നു. ഒക്കെ കഴിഞ്ഞ് അവസാനം അതാ പറയുന്നു, റബ്ബേ ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. അല്ലാഹുവേ, നീ ഞങ്ങളിലേക്ക് അവതരിതമാക്കി തന്ന നിന്റെ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ നബിയിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നീ ഞങ്ങളിലേക്ക് അയച്ച ദൂതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇതും പറഞ്ഞിട്ട് അവസാനത്തെ വാക്ക്. അത് പറഞ്ഞൊരാൾ വേറൊന്നും വർത്താനം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞൊരാളാണ്ട് ഉറങ്ങി. ആ ഉറക്കത്തിൽ അഥവാ അയാളാണ് മരിച്ചാൽ നല്ല മരണമാണ് അയാൾക്ക് കിട്ടിയത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂല് പറയാൻ. അങ്ങനെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹ് അല്ലാഹ് എന്ന ചിന്തയും ആ ദിക്റും ആ ബോധവും മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാൻ പഠിച്ച ദിക്റുകളുടെയും ദുആകളുടെയും ഒരുപാട് മാതൃകകൾ കാണിച്ചു തന്ന നേതാവ് നബി തങ്ങൾ ഒരിടത്തു പോലും പറഞ്ഞില്ല, മുസ്ലിമേ നിങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ അല്ലാഹ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാനത് ഖിളിർ നബിക്ക് റിപ്പോർട്ട് കൊടുക്കും. ഖിളിർ നബി അതാ ഖുതുബുസ്സമാൻ റിപ്പോർട്ട് കൊടുക്കും. ഖുതുബുസ്സമാൻ റിജാലുൽ ഗൈബിന്റെ കേസ് റഫർ ചെയ്യും. റിജാലുൽ ഗൈബ് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങും. അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഫറൻസ് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് വല്ല ആവശ്യവും വന്നാൽ ശരീരശുദ്ധിയോടെ അവർ കോൺഫറൻസ് നടക്കുന്ന ദിക്കിലേക്ക് വിളിച്ചുകൊണ്ട് അവർക്ക് സലാം പറഞ്ഞുകൊണ്ട് ഹസ്സിലു മുറാദി അഗീസൂനി, ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ മുറാദ് ഹാസിലാക്കണേ, ഞങ്ങളുടെ ഉദ്ദേശം പൂവണിയിട്ട് തരണമേ എന്നിങ്ങനെ നിങ്ങൾ വിളിച്ചോ. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ ഒരു ഹദീസ് സ്വഹാബത്ത് നടപ്പിലാക്കി
ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടോ മുസ്ലിമീങ്ങളെ? ഇത് വാശിക്ക് പറയുന്നതല്ല, വൈരാഗ്യം തീർക്കാൻ പറയുന്നതല്ല, എന്റെയും നിങ്ങളുടെയും കുടുംബകാര്യവുമല്ല പറയുന്നത്. ഓ പ്രിയപ്പെട്ട സഹോദരാ, ഓ സഹോദരി, അതെ, നമ്മളൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോകുമോ എന്ന് നമുക്കാർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല. അതെ, ഈ സെക്കൻഡിലെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ അതേ ഖബറിലല്ലേ പോയി കിടക്കേണ്ടത്. അവിടെ ആരുണ്ട് നമുക്ക് തുണയായി? നമ്മുടെ കർമ്മങ്ങളല്ലാതെയുണ്ടോ? അവിടെ നമുക്ക് രക്ഷ വേണ്ടേ? ആ രക്ഷക്കാവശ്യമായ ഈമാനാ പറയുന്നത്. അതിന് ഘടകവിരുദ്ധമായി തീരുന്ന ശിർക്കിന്റെ കുതന്ത്രങ്ങളെ, ചതിക്കുഴികളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആലോചിക്കണം, നന്നായി ആലോചിച്ചോളിൻ, നന്നായി ആലോചിച്ചോളിൻ. മൗലവി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞല്ലോ, നമുക്കൊന്ന് മുദരിസിനോട് ചോദിക്കാം, നമുക്കിങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? ബഹുമാനപ്പെട്ട മുദരിസിനോട് ചോദിക്കാം, നമുക്കിങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? അങ്ങനെ നമ്മൾ അവരോടാണ് ചോദിക്കേണ്ടത്. അങ്ങനെ അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ദുർമരണം ഉണ്ടാകുന്ന ഒരു മുന്നറിയിപ്പും, കാഫിറായി ചത്തുപോകുന്നു. ഇത് വിശ്വസിച്ചില്ലെങ്കിലേ എവിടെ എത്തി സമുദായം? അതെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന മുസ്ലിമിന് ഇത് വിശ്വസിക്കാനാകുമോ? ഇത് അംഗീകരിക്കാനാകുമോ? എത്ര വലിയ അപകടത്തിലും എത്ര വലിയ ഗൗരവതരമായ വിശ്വാസങ്ങളിലുമാണ് നമ്മുടെ സമുദായം എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടും തീർന്നില്ല. അപ്പൊ നമ്മൾ നിങ്ങളെ കാണാത്ത ചില ആൾക്കാരെ വിളിക്കണം എന്നാണ് ആദ്യം പറയാ. പിന്നെയോ അതുകൊണ്ടും തീരാഞ്ഞിട്ട് പിന്നെ ജനങ്ങളോട് പറയുന്നത്, അതേ, കാണപ്പെടുന്ന മക്ബറകളിലേക്ക് വന്നോ. ആദ്യം പറയുന്നത് ഇങ്ങനെ, കാണാത്ത അദൃശ്യമായ പുരുഷന്മാരുണ്ട്, അവരോട് ചോദിക്കാ. ഇനി അതൊന്നുമല്ല, കൺകണ്ട ചില ജാറങ്ങളുണ്ട്, കൺകണ്ട ചില മഖാമുകളുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ചില മഖ്ബറകളുണ്ട്, ദർഗകളുണ്ട്, മഖാമുകളുണ്ട്. അവിടെ പോയിട്ടും ആളുകളെ കൊണ്ട് ആഗ്രഹങ്ങൾ ചോദിപ്പിക്കുന്നു. ശുഹദാക്കളോട് പോയിട്ട് പറയാണ്. എന്താ ശുഹദാക്കളോട് പറയുന്നത്? ശുഹദാക്കളെ വിളിച്ച് തേടുകയാണ്. അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലീനാ അഗീസൂനാ ഇദാ ഇസ്തദ്ദത് അലൈനാ കറൈബു ലൈസ ഫീഹാ മൻ യഖീനാ. ഓ ശുഹദാക്കളെ, ശുഹദാക്കളെ വിളിച്ചിട്ട് പറയാണ്. എന്താ ശുഹദാക്കളോട് പറയുന്നത്? ശുഹദാക്കളെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും, ഞങ്ങൾ നിങ്ങളെ കൊണ്ട ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നത് എന്തിനാ? വെറും സിയാറത്തിനൊന്നുമല്ല. നിങ്ങളെ ഖബർ കണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ ഒന്ന് പരലോക ബോധം ഉണ്ടാവട്ടെ, നിങ്ങളുടെ ഖബറുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കൊന്ന് മരണബോധം ഉണ്ടാകട്ടെ എന്ന നിലക്കൊന്നും അല്ല ശുഹദാക്കന്മാരെ ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ എന്തിനാ? ലിൽ ഇഗാസതി സായിലീനാ, സഹായം ചോദിച്ചുകൊണ്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അഗീസൂന, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ. ഇദസ്തദ്ദത് അലൈന, ഞങ്ങളുടെ മേൽ കഠിനതരമായി തീർന്നാൽ, കറായിബു, ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ആപത്തുകളും ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ലൈസ ഫീഹാ മൻ യഖീനാ, ഞങ്ങളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ വേറെ ഒരാളുമില്ല. അതുകൊണ്ടാ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എത്ര ഷഹീദുകൾ ഉണ്ടായി, ചിന്തിക്കൂ സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അള്ളാഹിന്റെ ദീനിന് വേണ്ടി പടവെട്ടി രക്തം ചിന്തി മരിച്ച മഹാന്മാരായ ശുഹദാക്കൾ കഴിഞ്ഞില്ലേ? ആ നബി തങ്ങളുടെ കാലത്തല്ലേ ബദരീങ്ങൾ ഉണ്ടായത്? ബദർ ശുഹദാക്കൾ അക്കാലത്തല്ലേ ഉണ്ടായത്? ബദർ ശുഹദാക്കളെ മറമാടിയത് അള്ളാഹുവിന്റെ റസൂലല്ലേ? ഉഹദ് ശുഹദാക്കൾ ഉണ്ടായത് നബി തങ്ങളുടെ കാലത്തല്ലേ?